നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണം, ആ ആക്രമണത്തിൻ്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിവിധ രാജ്യങ്ങളും ഇപ്പോഴും ഈ വിഷയം പല രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. അതായത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വലിയ രീതിയിലുള്ള സുരക്ഷ നൽകപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അമേരിക്കയുടെ ഒരു സുരക്ഷാ സംവിധാനം എന്നത് ലോകം മുഴുവൻ ചർച്ചാ വിഷയമായ കാര്യമാണ്. അമേരിക്കയുടെ സുരക്ഷാ സംവിധാനം മറികടക്കുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസംഭവ്യമാണ് എന്നാണ് അമേരിക്ക തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ വൈറ്റ് ഹൗസിലെ ഏതാണ്ട് മുഴുവൻ VVIPകളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് ഈ ആയുധധാരിയായ നിരവധി ആയുധങ്ങൾ കയ്യിൽ ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അവിടേക്ക് വന്നത്? ട്രംപ് ഇരിക്കുന്നതിൻ്റെ വെറും 45 മീറ്റർ അടുത്തുവരെ എങ്ങനെയാണ് ഈ ആയുധധാരി എത്തിയത്? അപ്പോൾ അമേരിക്കയുടെ പേര് കേട്ട ഇൻ്റലിജൻസ് സംവിധാനവും അതുപോലെ തന്നെ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളും എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ്. ഇന്നലെ തന്നെ അമേരിക്കയുടെ സീക്രട്ട് സർവീസ് പ്രസിഡന്റിനും മറ്റും സുരക്ഷ നൽകേണ്ടുന്ന സുരക്ഷാ വിഭാഗമായ സീക്രട്ട് സർവീസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്ക് ട്രംപ് തന്നെ ഇന്നലെ തടയിടുകയായിരുന്നു. സീക്രട്ട് സർവീസിൻ്റെ പ്രവർത്തനം മഹത്തരമാണ് എന്നും അവരാണ് ഈ വലിയ ആക്രമണങ്ങളെ തടഞ്ഞത് എന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. പക്ഷേ സീക്രട്ട് സർവീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച അമേരിക്കയിൽ ഇനി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് ഈ അക്രമി എങ്ങനെയാണ് ട്രംപിൻ്റെ അടുത്തെത്തിയത്? ട്രംപ് മാത്രമല്ല, ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ടായിരുന്നു, ക്യാബിനറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി VVIPകൾ പങ്കെടുത്ത പരിപാടിയിൽ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി വന്നത്? ആ പരിപാടി സംഘടിപ്പിച്ച ഹോട്ടലിൽ 2 ദിവസമായി എങ്ങനെയാണ് ഈ അക്രമി മുറിയെടുത്ത് താമസിച്ചത്? ഇതെല്ലാമാണ് കൃത്യമായി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരിക. മാത്രമല്ല ഈ വ്യക്തിക്ക്, അതായത് ഈ അക്രമിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സീക്രട്ട് സർവീസുമായി അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധമുണ്ടോ, പ്രത്യേകിച്ചും ഇറാൻ്റെ രഹസ്യാന്വേഷണ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട്. മാത്രമല്ല ഇറാൻ ഇതിനെ കണക്കറ്റ് പരിഹസിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ യുദ്ധമുഖത്താണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് വലിയ സുരക്ഷ നൽകപ്പെട്ടിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് ഈ തോക്കുധാരി ആക്രമണത്തിന് ശ്രമിച്ചത്? അത് അമേരിക്കയുടെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, അമേരിക്കയ്ക്ക് ഒരു വലിയ നാണക്കേടായി മാറും എന്ന് ഇറാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇറാൻ അമേരിക്കയെ പരിഹസിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ട്രംപിൻ്റെ ഒരു ജനപിന്തുണ അത് ഇടിഞ്ഞു വരികയാണ്. ട്രംപ് നേരത്തെ തന്നെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ്. ഇത് രണ്ടാം തവണയാണ് ട്രംപ് പ്രസിഡന്റ് ആകുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നു, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം പ്രസിഡന്റ് ആകുന്നു. ആ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. എന്നാൽ ആ ജനപിന്തുണയിൽ ഇപ്പോൾ ഒരു വലിയ ഇടിവ് വന്നിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആദ്യം മുതൽ വീരവാദം മുഴക്കിയിരുന്ന ഒരു കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായില്ല. ആദ്യം ഈ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞു. അത് പാതി വഴിയിൽ അവസാനിപ്പിച്ചു. മാത്രമല്ല ഈ രാജ്യങ്ങൾക്ക് മേൽ ചുങ്കമടക്കം ഏർപ്പെടുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നതൊന്നും നടക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെടാതെ പോകുന്നു. അതിൽ അമേരിക്കൻ ജനത അസ്വസ്ഥരാണ്. ട്രംപിൻ്റെ ജനപിന്തുണ അത് കാരണം വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഈ ജനപിന്തുണ വീണ്ടെടുക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം തന്നെ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് എന്നാണ് ഇറാൻ പരിഹസിക്കുന്നത്. അതായത് ഇതെല്ലാം ട്രംപിന് അറിയാമായിരുന്നു. ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മറികടക്കാൻ ആർക്കാണ് കഴിയുക? ഇത് ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു നാടകമായിരുന്നു. ഈ പറഞ്ഞ കൊലയാളിയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭരണകൂടവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ജനവികാരം തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ട്രംപ് ഇത് നടപ്പിലാക്കിയതാണ് എന്നാണ് ഇറാൻ പരിഹസിക്കുന്നത്. അതിന് പിന്നാലെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമം അല്ലെങ്കിൽ വധശ്രമമൊക്കെ ഉണ്ടാകുന്നത് എന്ന ഒരു പ്രസ്താവന, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ കാണുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് നേരത്തെ തന്നെ ഇറാൻ ഭരണകൂടത്തിനോട് ഒരു വലിയൊരു വൈരാഗ്യമുണ്ടായിരുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ട്രംപിന് നേരെ ആക്രമണ ശ്രമം അല്ലെങ്കിൽ വധശ്രമം നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. നേരത്തെ തലനാരിഴയ്ക്കാണ് ട്രംപിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന
സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ വെടിവയ്പുണ്ടായി. തലയ്ക്ക് നേരെയാണ് ആ വെടിയുണ്ട വന്നത്. പക്ഷേ ലക്ഷ്യം തെറ്റുന്നു, ചെവിക്കരികിലൂടെ തൊട്ടുപോകുന്നു. അങ്ങനെ ചെവിക്ക് ചെറിയൊരു മുറിവുണ്ടാകുന്നത് ഒഴിച്ചാൽ ട്രംപിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് വലിയൊരു വധശ്രമമായിരുന്നു. ഒരു ചെറിയൊരു വ്യതിയാനം അത് ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായും ട്രംപ് ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു വധശ്രമത്തെ അതിജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. പക്ഷേ അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഇറാനിലേക്കാണ് എന്ന ഒരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അതായത് അന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയാണ് ട്രംപിൻ്റെ ഈ ഒരു വധശ്രമത്തിന് പിന്നിൽ എന്ന് വിവരങ്ങൾ ലഭിച്ചു എന്ന സൂചനയുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന് നേരെയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ അതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ വധിച്ചത്. ഇത് ട്രംപിൻ്റെ പ്രതികാരമായിരുന്നു. ട്രംപിൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ ഒരു ഭരണകൂടമായിരുന്നു ഇറാൻ്റെ ഭരണകൂടം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഇത് ട്രംപിൻ്റെ നാടകമാണ് എന്നാണ്. അമേരിക്കയിലെ ഒരു വിഭാഗം പറയുന്നത് ഇത് തീർച്ചയായും ഇറാന് ഇതിന് പിന്നിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ്. അത് എന്തായാലും ആ ചർച്ചകൾ നടക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ ഒരു ചോദ്യചിഹ്നം ഉയർന്നിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷ നൽകപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപിൻ്റെ സുരക്ഷയിൽ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുകൂടി ഒരു ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ് എന്ന അഭിപ്രായം രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ അത് അതീവ രഹസ്യമായിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പരസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ട്രംപ് തന്നെ തടയിട്ടിരുന്നു. അതായത് സീക്രട്ട് സർവീസിൻ്റെ പ്രശ്നമല്ല, അവരുടെ കുറ്റമല്ല, അവർ കൃത്യമായ സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ ഈ അക്രമി ഈ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് ശ്രമിച്ചത്. മാരകമായ ആയുധങ്ങളുമായിട്ടാണ് അയാൾ എത്തിയത്. അയാളുടെ ലക്ഷ്യം ഒന്നിലധികം ആളുകളെ കൊല്ലുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തടഞ്ഞു. ആർക്കും ഒരു പരിക്ക് പോലും പറ്റാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സീക്രട്ട് സർവീസിന് സാധിച്ചു. അതുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വിമർശിക്കുകയല്ല എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ട്രംപ് തടയിട്ടിട്ടുണ്ട്. പക്ഷേ ചർച്ചകൾ തുടരുകയാണ്. കാരണം അമേരിക്കയും ഇറാനും യുദ്ധമുഖത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസവും ചർച്ചകൾ സംബന്ധിച്ച തീരുമാനം അത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇറാന്റെ പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ സംഘത്തിന് നൽകി അവർ മടങ്ങുകയായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. വൈറ്റ് ഹൗസ് അത് പരിശോധിച്ചു വരികയാണ്. പക്ഷേ അമേരിക്കൻ സംഘത്തെ ട്രംപ് പാകിസ്ഥാനിലേക്ക് അയക്കാൻ തയ്യാറായില്ല. കാരണം ഇതിനുവേണ്ടി സമയം കളയാനില്ല എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ സമാധാന ശ്രമങ്ങൾ അത് ഇപ്പോഴും അകലെയാണ്. ഹോർമൂസിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അത് അമേരിക്ക ഇറാന് മേൽ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ഉപരോധം, ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഇപ്പോഴും വലിയ സേനാ വിന്യാസം നടത്തി ഉപരോധം നടത്തുന്നുണ്ട്. ഇതിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിക്കുകയും ചെയ്യുന്നു. ഇതല്ലാതെ പ്രശ്ന പരിഹാരത്തിലേക്ക് കൂടുതലായി ഒന്നും നടക്കുന്നുമില്ല. ആക്രമണം നടത്താതെ തന്നെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്ന് അമേരിക്ക ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നു. കാരണം തുറമുഖങ്ങൾ ഇങ്ങനെ ഉപരോധിച്ചാൽ ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നു പോകുമെന്നും ഇറാൻ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരും എന്നുമാണ് ഇപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടുന്നത്. അങ്ങനെയുള്ള ചർച്ചകൾ ആദ്യ റൗണ്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച നടന്നില്ലെങ്കിലും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ സംഘത്തിന് മുന്നിൽ വയ്ക്കുകയും പാകിസ്ഥാൻ അത് വൈറ്റ് ഹൗസിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനം എന്താകും എന്ന് വരും മണിക്കൂറുകൾ പറയുമായിരിക്കും. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയൊരു ആക്രമണം ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. അത് രണ്ട് രീതിയിൽ ഇപ്പോൾ ലോകത്ത് വ്യാഖ്യാനിക്കപ്പെടുകയുമാണ്.